ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു സോയാബീൻ കറിയാണ് കേട്ടോ. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ചെറിയ സോയാബീനാണ് എടുത്തേക്കുന്നത്. ഇതിനി നമ്മൾ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇത് 5 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 4 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ സോയാബീൻ നന്നായിട്ട് കഴുകി ഞാനിതാ വെള്ളം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ തൈര്, അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ കറിയിലേക്ക് തക്കാളി ചേർക്കുന്നതാണ്, അതുകൊണ്ട് പുളിയില്ലാത്ത തൈര് തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ കുരുമുളക് പൊടി. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിരുമ്മി ആ മസാലയൊക്കെ അതിൽ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് തിരുമ്മിയിട്ട് ഇത് നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കണം. അപ്പോൾ ഞാനിത് ആ മസാലയൊക്കെ തിരുമ്മി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 2 തക്കാളി മീഡിയം വലുപ്പത്തിലുള്ള അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3 പച്ചമുളക്, പിന്നെ നമ്മളെടുത്ത സവാളയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കറി വെക്കാനായിട്ട് ഞാനിത് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ഒഴിവാക്കാം. ഞാൻ ഇതിലേക്ക് പിന്നെ കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു ബേ ലീഫ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങിയതിന് ശേഷം ഞാനിതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി മൂത്തതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സവാള ഒന്ന് വഴണ്ട് വരുന്നതിന് ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒരു പാതി വാടി വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയും ചെറിയ ഉള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 സ്പൂൺ ഗരം മസാലയോട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ തക്കാളി ഒന്ന് വേവുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തത്. അതൊന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ നമുക്ക് ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ തക്കാളി കുറച്ച് പേസ്റ്റായിട്ട് അരച്ച് ചേർത്താലും നന്നായിരിക്കും. അപ്പോൾ ഞാനിത് അടച്ച് വെച്ച് തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മസാല തിരുമ്മിയ സോയാബീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. ഞാനിതാ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അല്പസമയം നമ്മൾ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്.
ഇതാ അടപ്പ് തുറന്ന് നോക്കിയിട്ട് നമ്മുടെ സോയാബീനൊക്കെ വെന്തിട്ടുണ്ട്. ഇതാ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് 5 മിനിറ്റ് കൂടി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിൻ്റെ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറി തീ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളിതുപോലെ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.